मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കണ്ടില്ലേ, ഇതാണ് ബ്യൂട്ടിഫുൾ ബേർഡ്സ്. ഇതൊക്കെയാണ് ബേർഡ് സാങ്ച്വറിയിലുള്ളത്. ഇത് ചണ്ടു ആൻഡ് ബണ്ടുവിന്റെ ബേർഡ് സാങ്ച്വറിയാണ്. ഞാനൊരു പറവയാണ്. ഞാൻ മനസ്സിന്റെ ആഴത്തിന്ന് പറയാണ്, പറവകൾ ഇരിക്കാൻ ഒരു അത്ഭുതമായ സ്ഥലമാണ് ഇത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സാങ്ച്വറിയിൽ വന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇവിടെ ഒരു പക്ഷിക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഉണ്ട്. എന്നിട്ട് താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി പുതിയ ആഡ് ഷൂട്ട് ചെയ്ത് തന്നതിന് വളരെ നന്ദി. അതെ മിസ്റ്റർ ചണ്ടു പണ്ടു, നിങ്ങൾ പക്ഷികൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യം ചെയ്യല്ലേ, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ സഹായിക്കാണ്. ഒപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റേയും തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോവും. അവൻ വെറുതെ കളിക്കാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക്സ്. നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെ സേവ ചെയ്യാൻ പോവാണെന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്. ഒരു വിരുന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ധാന്യങ്ങളൊക്കെ ഇട്ടിട്ട്. നിങ്ങൾ അതിൽ പട്ടാണി ഇടണം, പിന്നെ ഉരുളക്കിഴങ്ങും വേണം. എനിക്ക് ആലു മട്ടർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആലു മട്ടർ ഭയങ്കര ഇഷ്ടമാ. ധാന്യങ്ങൾ ഇട്ട്. വേറെ എന്തൊക്കെ ധാന്യങ്ങളാ ഇടുക ആലു മട്ടറില്? ഇവനെപ്പോഴും പക്ഷികൾക്ക് ധാന്യം കൊടുക്കില്ലേ, അതുകൊണ്ടാണ് എല്ലാത്തിന്റെ കൂടെ ധാന്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. हेलो एवरीवन। ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് സ്വീറ്റി. അല്ല, സ്വീറ്റിയെ ഞങ്ങൾക്ക് അറിയാവുന്നതാ. ഹണി, ലോകത്തില് പലർക്കും സ്വീറ്റി എന്ന് പേരുണ്ടാകും. ഇത് മറ്റൊരു സ്വീറ്റിയാണ്. ഞാനാണ് സ്വീറ്റി, വളരെ സ്വീറ്റാ. സ്വീറ്റിയാണ് ഇവിടുത്തെ പുതിയ മാനേജർ. ഇവരെയൊക്കെ കോട്ടേജ് വരെ കൊണ്ടുപോയി വിട്ടിട്ട് വാ, ധാന്യങ്ങളും ഇട്ട്. ഇല്ല, ധാന്യങ്ങൾ ഇടാൻ പാടില്ല. ഇട്ടാലും മറ്റു പക്ഷികളകത്ത് കഴിക്കാൻ വരും. ശരി, വരൂ പോകാം. കോട്ടേജിലേക്ക് ആരും വരില്ല. വരൂ. എടാ ഝണ്ടു, ഇവരെ ഇവിടെ താമസിക്കാൻ വിടരുത്. അത് മാത്രമല്ല, അവരിവിടെ ഒരിക്കലും വിളിച്ചിരിക്കരുത്, മനസ്സിലായോ? എല്ലാം ഒറ്റ ദിവസത്തേക്കല്ലേ. അവര് ഭയങ്കര പോപ്പുലറാ. അവര് പറയുന്നത് കേട്ട് ഇവിടെ ഒരുപാട് പക്ഷികൾ വരും. പിന്നെ നമുക്ക് അതുങ്ങളെ പിടിച്ച് വിറ്റ് കളയാം, ധാന്യങ്ങൾ ഇട്ടിട്ട്. വേണ്ട, പതുക്കെ സംസാരിക്കേ, ഇവിടെ ചുമരിനും കാതുണ്ടാവും. തന്നെ? പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു അത്ഭുതമായ കോട്ടേജ് കാണിച്ചിരിക്കുന്നേ. നിങ്ങളുടെ പേര് പോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടിരിക്കുന്നു. എനി ഡൗട്ട്? ഓ വാവ്, താങ്ക് യു. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. ഞാനാണ് സ്വീറ്റി, ഞാൻ വളരെ സ്വീറ്റാ. എല്ലാ പക്ഷികളും എന്തിനാ ഇങ്ങനെ വിസിലടിക്കുന്നേ? ഒച്ചയൊക്കെയാണല്ലോ, അവറ്റങ്ങളെ ആരോ പിടിച്ചോണ്ട് പോകണമെന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ബേർഡ് സാങ്ച്വറിയിൽ ആര് പിടിക്കാനാ? ഇവിടെ ടോപ്പ് സെക്യൂരിറ്റി ഉണ്ട്. അല്ല, ഇവയൊക്കെ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അതെ, സന്തോഷമായിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെ ഒച്ച വെക്കാലോ. എനി ഡൗട്ട്? നിനക്ക് എങ്ങനെ അറിയാം? ഹിസ്റ്ററി ഉണ്ടാക്കുന്നവനാണ് ഞാൻ. എന്നെ ശ്രദ്ധിച്ചു നോക്ക്, ഞാനും ഒരു പറവയാണ്. ഒരു പറവയ്ക്ക് മാത്രമേ അടുത്ത പറവയുടെ മനസ്സറിയാൻ പറ്റൂ, അല്ലേ സ്വീറ്റ്? വാവ്, നീ ബുദ്ധിയുള്ളവനാ. ഈവനിങ് എന്നോടൊപ്പം വരൂ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. ഓക്കേ, എപ്പോഴാ പോണ്ടേ? ഞാനാണ് സ്വീറ്റി, ഞാൻ വളരെ സ്വീറ്റാ. വിസിലടിക്കുന്നത് കേൾക്കുമ്പോൾ വന്നേക്കൂ. നീ ആവശ്യമില്ലാതെ അവരോട് സംസാരിച്ചോണ്ടിരിക്ക. അവരുടെ പേര് മാത്രമേ സ്വീറ്റി എന്നുള്ളൂ. അവര് നിന്റെ റിപ്പോർട്ടർ സ്വീറ്റി ഒന്നും അല്ല. അല്ല, ഈ ശബ്ദം നോർമൽ അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെ, ഒരു പ്രശ്നവും ഇല്ല. ബേർഡ് സാങ്ച്വറിക്ക് തന്നെ വന്ന് ബേർഡ്സിനെ പിടിക്കുന്ന ധൈര്യം ആർക്കും തന്നെ ഇല്ല. എനി ഡൗട്ട്? വിസിലിന്റെ ശബ്ദം കേട്ടു. ഇപ്പൊ പോപ്പട് പുറപ്പെടേണ്ട സമയമായി. ഹിസ്റ്ററി ഉണ്ടാക്കുന്നവന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം എപ്പോഴും വരില്ല. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, ഞാനിപ്പോ വരാം.
ഫ്ലവർ വാലിൽ എങ്ങനെയാ ലോൺ ഉള്ളത്? ചണ്ടു ബണ്ടു സാറാ കൊണ്ടുവച്ചത് ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി. ഇതാ നോക്ക്, ഞങ്ങളുടെ സാഞ്ചുറിയുടെ ഫ്രൂട്ട് ജ്യൂസസ്, പിന്നെ തേന, കടല, മിളക്, ചോളം എല്ലാം ഉണ്ട്. ആ, ഇവിടെ എങ്ങനെയാ ഇത്രയും തൂലുകൾ വന്നത്? നീ എന്താ ഈ ചോദിക്കുന്നേ? ബേർഡ് സാഞ്ചുറിയിൽ തൂവൽ ഉണ്ടാവുക സാധാരണല്ലേ? പാർട്ടി നടക്കുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ തൂവൽ വീഴില്ലേ? ലെറ്റ്സ് പാർട്ടി. അതെ, ഇപ്പൊ വിസിലടിച്ച് ആരെയാ വിളിക്കുന്നേ? ഞാനാണ് സ്വീറ്റി, ഞാൻ വളരെ സ്വീറ്റാ. അതെ സ്വീറ്റി, ഞാൻ നിന്നെ വിശ്വസിച്ചു തന്നെ. എന്റെ വിശ്വാസം നീ പൊട്ടിച്ച് സമോസയാക്കി. നിർത്ത്. എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിനകത്തിടെ, ധാന്യം കൂടെ ഇട്ടേക്ക്. വീണ്ടും അതേ ശബ്ദം, എന്തോരു പ്രശ്നമുണ്ട്. പോപ്പട്ടും അവിടെയാ പോയിരിക്കുന്നേ. അവനും വല്ല അപകടവും സംഭവിച്ചിരിക്കോ? വരൂ നമുക്ക് പോയി നോക്കാം. വരൂ, ഇതിനെല്ലാത്തിനെയും കൂട്ടിനകത്തടയ്ക്കാം. മുളക് തരൂ, മുളക് തരൂ, ആരെങ്കിലും ഒരു തവണ എനിക്ക് മുളക് തരൂ. വാവ്, ഡ്രാഗൺ കിളി, എനിക്കിത് വേണം. ഗുഡ് ഐഡിയ. ആ കിളിയെ മാത്രം വെറുതെ വിടരുത്, ഇല്ലെങ്കിൽ ഇവന്റെ കൂടെ വന്ന എല്ലായിടത്തും ആ രഹസ്യം പറഞ്ഞു തീർക്കും. നിങ്ങൾ എല്ലാവരെയും ഞാൻ ബാൻഡ് വായിക്കും, നിങ്ങളുടെ വായിൽ മുളകിട്ടിട്ട്. ഓഹോ, അവന്റെ വായൊന്ന് അടയ്ക്ക്. ശബ്ദം കേൾക്കാനില്ലല്ലോ. ഇപ്പനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്ക് പോപ്പറ്റിന്റെ വാസന കിട്ടുന്നു. ഇതാ ഇങ്ങോട്ട് വരൂ. ഇതിനെ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോവാ. ബാക്കി പക്ഷികളെ എല്ലാം കൊറിയർ ചെയ്തേക്ക്. വാ പട്ടു. തേജാവും ബോയ്ജാവും എവിടെയാ? അവര് ബോസിന്റെ കൂടെ പോയി. ആ കൂട്ടിനകത്തുള്ള പക്ഷികളോടൊപ്പം നമ്മുടെ പോപ്പറ്റും ഉണ്ടാകും. വരൂ, പോയി അന്വേഷിക്കാം. എന്നെ അടിക്കല്ലേ, ഞാൻ ചണ്ടു പണ്ടു സാർ പറഞ്ഞതാ ചെയ്തത്. പോപ്പട്ടിനെ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. ഇപ്പൊ അവർക്ക് മീറ്റിംഗ് ആണ്, രണ്ടുപേരും ഓഫീസിലായിരിക്കും. അവർക്ക് മാത്രമേ പോപ്പറ്റ് എവിടെയാണെന്ന് പറയാൻ പറ്റൂ. വരൂ, ഓഫീസിൽ പോകാം. ഇപ്പൊ തന്നെ ഈ കാർ കൂടെ കുടുങ്ങണോ? വേഗം തള്ള്, ഒന്ന് തള്ള്. ഞങ്ങള് സഹായിക്കാം കള്ളന്മാരെ. എടാ ചെട്ടു, ഇവർക്ക് എല്ലാ കാര്യവും മനസ്സിലായി. എന്ത് ചെയ്യാനാ? ഇപ്പൊ നീ മനസ്സിലാക്കും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അണി, ഇവര് മൊത്തം ചേർലാടാ. വാ, ചെന്നിവരെ ഒന്ന് വൃത്തിയാക്കിട്ട് വരാം. ഹിസ്റ്ററി ഉണ്ടാക്കുന്നവൻ എത്ര നേരം വായടച്ചിരിക്കാൻ പറ്റും?
ബണ്ടുവിന് വേണ്ടി ഇതിനു വേണ്ടിയാണോ സെഞ്ചുറി വന്നിട്ട് ഞങ്ങളെ പ്രൊമോഷന് യൂസ് ചെയ്തത്? പക്ഷികളെ വിൽക്കാൻ നോക്കുന്ന നിങ്ങളുടെ കളിയൊക്കെ തീർന്നു. നിങ്ങളിപ്പോ ജയിലിലേക്ക് പോവാൻ പോവാ. നിങ്ങൾക്കൊന്നും തെളിയിക്കാൻ പറ്റില്ല. തെളിയിക്കാൻ പറ്റും. ഞാൻ എന്റെ മൊബൈലിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ലേ നീ ഞങ്ങൾ കൂടെ ആയിരുന്നില്ലേ ധാന്യങ്ങളെല്ലാം കഴിച്ച്? നുണ പറയരുത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല. എന്റെ കുടുംബക്കാരെ ഇവൻ ഒരിടത്ത് അടച്ചു വെച്ചിരിക്കാം. എന്നെ കൊണ്ട് ഇതൊക്കെ നിർബന്ധിച്ച് ചെയ്തതാ. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. ആഹാ, അതല്ലേ നോക്കിയേ, നിന്നെ പോലെ ഒരു സ്വീറ്റി ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന്. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി. ബേർഡ് സാഞ്ചുറിയിൽ അന്യായങ്ങൾ ഞാൻ വിവരിക്കാം. എന്താ പോപ്പട്ട്, സ്വീറ്റിനെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ, കാരണം സ്വീറ്റി വളരെ സ്വീറ്റ് ആണ്. ഏത് സീറ്റ്? ഏത് സീറ്റ്? അതായത് എല്ലാ സ്വീറ്റിയും വളരെ സ്വീറ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ പേര് സ്വീറ്റി അല്ലേ? പോപ്പട്ട്, ഇന്ന് ഞാൻ നിനക്ക് പഞ്ച് പറയാം. 2 കാല് 2 തോണിയിൽ വെച്ച് യാത്രയാണെങ്കിലേ ബാലൻസ് തെറ്റി മുങ്ങിപ്പോകും കേട്ടോ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.